പറഞ്ഞു കളഞ്ഞു. മൂപ്പരെ പ്രസംഗം ഞാൻ നമ്പർ ഇട്ട് ഗണ്ണിച്ചു കളഞ്ഞു. മൗലവി വിചാരിച്ച ഷാർജയുടെ റൂമാന്നാ നാദാപുരം. ഇത് ഷാർജയുടെ റൂമല്ല മൗലവി, ഇത് നാദാപുരാ. ഞാൻ നിങ്ങളോട് അതിഥിയെ പറഞ്ഞിട്ടില്ലേ, ഇത് നാദാപുരാ. നിങ്ങളെ ഞാൻ സൽക്കരിച്ചിട്ടേ വിടൂന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ നമ്പർ ഇട്ട് മൂപ്പരെ ഗണ്ണിച്ചു കളഞ്ഞു. എന്താ നമ്പർ ഇട്ട് ഞാൻ ഗണ്ണിക്കുന്നത്? എലിയുണ്ട് പറഞ്ഞു. നിങ്ങൾ വരണവിടെ. ഞാന് ഇൻഷാ അല്ലാഹ് അള്ളാഹു എനിക്ക് ദീർഘായുസ്സും ആഫിയത്തും തന്നാൽ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹിന്റെ പൊരുത്തത്തിൽ തരട്ടെ. ഞാൻ മരിക്കുന്നത് വരെ നിങ്ങളെ വിടൂല. നിങ്ങളെപ്പോലെ ഈ മുസ്ലിം സമുദായത്തെ പേടിപ്പിച്ച വേറൊരു മൗലവി ഈ കാലഘട്ടത്തിലുണ്ടോ എന്ന് സംശയം. അത്ര വലിയ കബളിപ്പിക്കലും അട്ടിമറിയുമാണ് നിങ്ങളുടെ സ്വഭാവം. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് സമയമുള്ളത് കാണിച്ചു തരാം. നിങ്ങൾക്ക് കുറെ അട്ടിമറി ഞാൻ നാളെ രസകരമായ അട്ടിമറി ഇപ്പൊ വന്നിട്ട് നടത്തിയ അട്ടിമറി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഒരു ദിവസം കൂടി പരിപാടി നീട്ടി. നാളെ ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യം ഞാൻ പറയും. നിങ്ങൾ മനസ്സിലാക്കണം. മൂപ്പര് ആലോചിച്ചോട്ട് അവനെ നമ്പർ ഇട്ട് വരികയാണെന്ന് മൂപ്പര് പറയും. എന്റെ ഒരു പ്രയോഗത്തിലെ ആ ഒരു പദം എടുത്തിട്ട് അതവരുടെ ഈമാനായിരുന്നു എന്ന് മൗലവി പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്നിട്ട് പറയുകയാണ് മൂപ്പരെന്ത്? അബൂജഹിലിനെ പറ്റി മൗലവി ഇവിടെ പറഞ്ഞത് എന്തൊക്കെയാണ്? നമ്പറിട്ട് പറയാ. ഒന്ന്, അബൂജഹിൽ വിശ്വാസിയായിരുന്നു, അബൂജഹിലിന് ഈമാൻ ഉണ്ടായിരുന്നു. നമ്പറിട്ട് പറയാ. ഞാനേ മൂപ്പർ പ്രസംഗേ നമ്പറിട്ട് പറയാ. അബൂജഹലിന് വിശ്വാസിയായിരുന്നു, അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു. അത് രണ്ടും നിങ്ങളോട് പറഞ്ഞു തന്നെയല്ലേ? അത് രണ്ടും ഈമാൻ ഉണ്ടായിരുന്നു എന്നുള്ള വാക്യം നേരത്തെ ഞാൻ കേൾപ്പിച്ചു. അതവരുടെ ഈമാനായിരുന്നു. അല്ലാഹുവിനെ കുറിച്ച് ഇനി രണ്ടാമത്തെ വാക്യം ഒന്നിച്ചു കൊടുക്കാനെ അബൂജഹൽ വിശ്വാസിയായിരുന്നു എന്ന് പറയുന്നത് കേൾപ്പിച്ചു കൊടുത്ത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളും അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. അവർ അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്. അതുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളും അല്ലാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. അല്ലാഹുവാണ് റബ്ബെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങളും അംഗീകരിച്ചതാണ് എന്നൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ നമ്മൾ വിശദീകരിക്കാറുണ്ട്. കേട്ടില്ലേ? ഞാനില്ലാത്തത് പറഞ്ഞതാ. നിങ്ങൾ നാമം കൊണ്ട് നിങ്ങളോട് വന്ന് പ്രസംഗിച്ചേ അബൂജഹലിന്റെ മദ്ഹ്, അബൂജഹലിന്റെ ബഹുമാനം, മുശ്രിക്കുകളുടെ ബഹുമാനം നിങ്ങൾ പ്രസംഗിച്ചതല്ലേ? അതാ കേൾപ്പിച്ചത്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, മൗലവി ഇവിടെ 5 കാര്യമാണ് ഇപ്പൊ പ്രസംഗത്തിൽ പറഞ്ഞത്. ഒന്ന്, നേരത്തെ ഞാൻ കേൾപ്പിച്ചു, ഈമാൻ ഉണ്ടായിരുന്നു. മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം ഈമാനായിരുന്നു. 1. 2, മക്കാ മുശ്രിക്കുകൾ വിശ്വാസിയായിരുന്നു. 2, അല്ലാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു. 2. 3, മക്കാ മുശ്രിക്കുകൾ റുബൂബിയത്ത്, അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരായിരുന്നു. 3. 4, അല്ലാഹുവാണ് റബ്ബ് എന്ന് അംഗീകരിച്ചവരാണ്. 4. 5, സ്വയം കഴിവ് അല്ലാഹുവില്ലാത്തവർക്കുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ല. ഇങ്ങനെ 5 കാര്യം മൗലവി ഒറ്റ പ്രസംഗത്തിൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ഓരോന്നിന്റെ ഈ ഖണ്ഡന ഞാൻ ശേഷം കേൾപ്പിക്കും. ഓരോന്നിന്റെ ഈ ഖണ്ഡന ഞാൻ ഖുർആൻ ഓതിയിട്ട് ഇവിടെ പറയും. നിങ്ങൾ നന്നായി പഠിക്കണം വിഷയം. 6 മുപ്പര് പറഞ്ഞെന്താണ് അത് ചോട്ടവനെ? അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അവര് അല്ലാഹു എന്ന് അവരംഗീകരിച്ചതാരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. മക്കാ മുശ്രിക്കുകൾ നമ്മൾ പറയുന്ന അല്ലാഹുവിനെ തന്നെ അംഗീകരിച്ചത്. അപ്പൊ അതിന്റെ മറുപടി നബിയിൽ പറയുന്നത് മക്കളുള്ള അല്ലാ, കൈവില്ലാത്ത അല്ലാ, കൂരാറിനുള്ള അല്ലാ, ഇങ്ങനെയൊക്കെയാണ് അവർ സങ്കല്പിച്ചത്. അതിനാണ് പോലും നമ്മൾ വിശ്വസിക്കുന്നത്. മൗലവിന്റെ വാദം. പിന്നെ മൗലവി എന്താ പറഞ്ഞത്? മൗലവി പിന്നെ പറഞ്ഞ ഓരോന്നിനും ഞാൻ കൃപ്പ് കേൾപ്പിക്കും. മൗലവി പിന്നെ പറഞ്ഞ എന്താണ്? വളരെ ഇഖ്ലാസ്, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ നോമ്പെടുക്കുകയും ഈതികാഫിരിക്കുകയൊക്കെ ചെയ്ത ആളാണ് ആര്? അബൂജഹൽ കക്ഷികളൂ തന്നെ മൗലവി. 4ാമത് മൗലവി അബൂജഹലും മുശ്രിക്കും പറഞ്ഞ മദ്ഹ് അത് ഓരോന്ന് നമ്പർ ഇട്ട് തന്നെ കേൾപ്പിക്കാണ്. വെച്ചുകൊടുക്കുമോ? 7. ഓരോന്നിനെ കണ്ടാൽ ഞാൻ ശേഷം അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു. അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു.
അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു. അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അള്ളാഹ്ക്ക് വേണ്ടി തന്നെ വളരെ ഇഖ്ലാസോടെയാണ് അബൂജഹൽ മുശ്രിക്കുകളൊക്കെ ഈ പണിയൊക്കെ ഇഴ്തികാഫൊക്കെ അബൂജഹൽ ഇഖ്ലാസോടെ അബൂജഹലിന്റെ മതഹർജനാണ് കഥ എടുത്തു വന്നിട്ട് എനിക്ക് കേട്ടോ. പിന്നെ ഇതൊക്കെ പറഞ്ഞങ്ങ് പോയിട്ട് ഞാൻ ഓരോന്ന് പിടിച്ച് നമ്പർ ഇട്ടിട്ട് ഓരോന്ന് ചോദ്യം ചെയ്യുമ്പോ വേറോട് നമ്പർ ഇട്ട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങളെ നാവ് കൊണ്ട് മൊഴിഞ്ഞി പറഞ്ഞതാ മൗലവി. സഹോദരന്മാരെ കേട്ട് എന്താ പറയുകയോ, അള്ളാൻ അറിഞ്ഞ ആളാണ് അബൂജഹൽ. അള്ളാൻ അറിഞ്ഞ ആരിഫ് അത് തൊട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ, അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. അബൂജഹൽ അള്ളാനെ അറിഞ്ഞ ആളാണ്. അള്ളാനെ ഖാലിഖായി അംഗീകരിച്ചയാളാണ്. അള്ളാനെ റാസിഖായി അംഗീകരിച്ചയാളാണ്. അതെ, അപ്പൊ മൂന്ന് കാര്യം പറഞ്ഞു. ഒന്ന് അള്ളാനെ അറിഞ്ഞ ആളാണ്, ഒന്ന് റാസിഖായി അംഗീകരിച്ച ആളാണ്, ഖാലിഖായി അംഗീകരിച്ച ആളാണ്. അപ്പൊ 10 വാദായി. ഇനി 11ാമത്തെ ഓലമിന്റെ വാദം എന്താ? അവിടെ വെച്ചോട്ടാ മോനെ. മുജാഹിദുകൾ പറയാറുണ്ട്, മക്കയിലെ മുശ്രിക്ക് അള്ളാനെ തള്ളിയവരല്ല, അള്ളാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. എല്ലാ കഴിവും അള്ളാഹുവിനുള്ളത് തന്നെയാണ്. അവരുടെ തെൽബിയത്ത് പോലും അതിന് തെളിവാണ്. എല്ലാ കഴിവുള്ളവരാണ് അള്ളാഹ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു. അള്ളാഹ് അവർ തള്ളിയിട്ടില്ല. തെൽബിയത്ത് പോലും തെളിവാണ്. നല്ല കോളായി. പാർത്തവനെ നിനക്ക് ഒരു സൈസ് കൂടാറുണ്ട് എന്ന് പറഞ്ഞ ആളാ എന്ത് തെൽബിയത്ത് മുസ്ലിങ്ങളെ തെൽബിയത്ത് നിനക്ക് ഒരു സൈസ് കൂടാറുണ്ട്. അതാ തള്ളിയിട്ടില്ലാന്നുള്ളയും മറ്റുള്ള തെളിവ്. അള്ളാഹ് കൂടാറുണ്ട് എന്ന് പറഞ്ഞത്. എന്നാ സഹോദരന്മാരെ, മൗലവി അബൂജഹലിന്റെ മദ്ഹായി മക്കയിലെ മുശ്രിക്കുകളുടെ മദ്ഹായി പറഞ്ഞ ഈ 11 കാര്യത്തെയും ഞാൻ നമ്പറിട്ട് ഗണ്ണിക്കുന്നു. മുജാഹിദേ ശരിക്ക് കുറിച്ച് വെച്ചോ. എന്റെ സീഡി ഇറങ്ങുമ്പോ ഇരുന്നൊന്ന് കേട്ടോ. എന്നിട്ട് ഓരോന്ന് നമ്പർ ഇട്ടിട്ട് ഞാൻ പറയുന്നത് പോലെ എന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് അല്പവും കക്കാതെ മാറ്റാതെ ആദ്യം മുതൽ അവസാനം വരെ ഓരോന്നിട്ടിട്ട് അതിന് വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ പറയാൻ മുജാഹിദിന്റെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ വരട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ അബൂജഹലിന് പറഞ്ഞ 11 ബഹുമാനം, ആ 11 ബഹുമാനവും നാദാപുരത്തിന്റെ മണ്ണില് ഞങ്ങളിതാ കുഴിച്ചു കൂടുന്നു. അബൂജഹലിനെ അവൻ വിവരം കേട്ടവനാണ്. അബൂജഹൽ എന്ന വാചകത്തിന്റെ അർത്ഥം തന്നെ വിവരക്കേടിന്റെ പിതാവെന്നാണ്. അത് അബൂജഹൽ എന്നാണ് മൗലവി പറഞ്ഞത്. എന്നാൽ ആ അബൂജഹലിന്റെ മറുപടി പറയാൻ ഈ നാദാപുരത്ത് വന്ന മൗലവി അബൂജഹലിന് ഞങ്ങളെ മുൻഗാമികളായ ബദരീങ്ങൾ അതാ ബദറിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇപ്പോൾ അബൂജഹലിന്റെ 11 ബഹുമാനമാണ് നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത്. ആ 11 ബഹുമാനവും മുജാഹിദിന്റെ 11 ബഹുമാനം പറയുന്ന ആശയങ്ങളും നാദാപുരത്ത് കുഴിച്ചു മൂടുകയാണ്. നന്നായി കേട്ട് പഠിച്ചോ.